ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള വർക്കെന്ന് പറഞ്ഞാൽ ഈ അലമാര കിച്ചൻ്റെ ഒക്കെ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവർ സിമെൻറ്റിൻ്റെ 1 ഇഞ്ച് കനമുള്ള ഷീറ്റുകൾ, കോൺക്രീറ്റ് ഷീറ്റുകൾ വെച്ചിട്ടാണ് ഇവർ ഈ അലമാരയും കിച്ചനൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിഷർ വെച്ച് സ്ക്രൂ ചെയ്തിട്ടൊക്കെയാണ് ഈ സംഭവം ഡോറുകളൊക്കെ വയ്ക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള WPC ഷീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ WPC ഷീറ്റിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് സ്ക്രൂ ചെയ്തിട്ട് ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആശാരിമാർക്കെല്ലാം ഇത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞാത്തൊരെണ്ണക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പണി ചെയ്ത് നമുക്കറിയാൻ പറ്റി ഇത് എങ്ങനത്തെ സാധനമാണ്. ഈ തടിയെ പോലെ അത്ര ക്വാളിറ്റി ഉള്ളതെന്നല്ല WPC. പിന്നെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം പിടിക്കില്ല, വെള്ളം നനയില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ പണിക്ക് വലിയ ഒരിതൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഒരിക്കൽ സ്ക്രൂ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓട്ടോ ക്ലാസ്സിന് ഒരിക്കൽ സ്ക്രൂ ചെയ്തിട്ട് അത് ഇളക്കുകയാണ്. വരയ്ക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇളക്കുമ്പം അവിടെ പിന്നെ ആ സ്ക്രൂ പിടിക്കില്ല. പിന്നെ നമ്മൾ ഫിഷർ വയ്ക്കണം. ഫിഷർ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. ഈ ഫിഷർ വെച്ച് സ്ക്രൂ ചെയ്യണത് അത്ര ഒരു ഇതൊന്നും അല്ല. അത് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു മുട്ടി വീഴും, അത് ഉറപ്പാണ്. അതാണ് ഈ WPC ബോർഡ്. അത് നമ്മൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് തടിയിലത്ര ഒന്നും വരില്ല. വേറെ ഒരു WPC ആയാലും സ്റ്റീലായാലും എന്തായാലും. സ്റ്റീലിൻ്റെയൊക്കെ കുഴപ്പമെന്ന് പറയുമ്പോൾ കുറേ ദിവസം നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അത് ലൂസാവും. അതിൻ്റെ ഈ പ്രസ് ചെയ്യുന്ന സംഭവം അവർ ഇങ്ങനെയായിട്ട് പ്രസ് ചെയ്യും. വേറെ പണി കുറ്റം പറഞ്ഞില്ല, നമുക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ ഇത്ര അടുത്ത് സ്റ്റീലിൻ്റെ ഇത് പൊളിച്ചിട്ട് തടിയിലും ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഷീറ്റുകളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ ഇടാത്ത, ഇപ്പം നമ്മൾ ഒരു പണിയെ കുറ്റം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ വീഡിയോകളൊന്നും ഇടാത്തത്. പക്ഷേ നമ്മൾ തടിയെ കുറിച്ചിട്ടുള്ള ഇത് ഇഷ്ടംപോലെ വീഡിയോകളൊക്കെ ആൾക്കാർ ഇടാറുണ്ട്. ഈ തടിയെ കംപ്ലൈൻ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നമുക്ക് അതുപോലെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നും ഇടാത്ത തന്നെ, അത് ശരിയാവില്ല. നമ്മൾ ഒരു പണിയെ കുറ്റം പറയാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഈ WPCയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞു. WPCയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് സ്ക്രൂ ചെയ്ത് നമ്മൾ രണ്ടാമത് ഇളക്കിയിട്ട് സ്ക്രൂ ചെയ്യുക, അതിൽ പിടിക്കില്ല, അത്രയേ ഉള്ളൂ കുഴപ്പം. പിന്നെ ഇതിൽ ഫിഷർ വെച്ചിട്ട് ചെയ്യണം, ഫിഷർ വെച്ച് സ്ക്രൂ ചെയ്യണം. ഇതിൽ തരണ ഫിഷർ എന്ന് പറഞ്ഞാൽ അത് അതിൽ പിടിക്കുകയില്ല, അതാണ് അതിൽ ഏറ്റവും വലിയ കുഴപ്പം. ഇവർ തരണ കമ്പനിയിൽ നിന്ന് തരണ ഫിഷറാണെങ്കിൽ ഇതിൽ പിടിക്കുകയില്ല, അതിൽ കറക്റ്റ് ഇത് ആവുകയില്ല. ഇത് നമ്മൾ സാധാ ഫിഷർ തന്നെ 6mm ഫിഷർ ചെയ്ത് സ്ക്രൂ ചെയ്താൽ ഇത് കൂടെ ബലമാറ്റി നിൽക്കും.